ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ബ്രോക്കലി ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് ബസുമതി അരി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അരി വേവിക്കുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മുമ്പുള്ള ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ കാണണം എന്നുള്ളവർക്ക് ആ വീഡിയോ കണ്ടാൽ മതിയാകും. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ബ്രോക്കലി ഇതുപോലെ ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് ആയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറിയ ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6-7 ബീൻസ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കം ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കളർ ക്യാപ്സിക്കം ഉള്ളെങ്കിൽ അത് ഉപയോഗിച്ചാലും മതിയാകും. ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നോർമലി ചൈനീസ് ഡിഷ് നമ്മൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എല്ലാവർക്കും നല്ലെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താലും മതിയാകും. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു 3 ഗാർലിക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ 3 ഗാർലിക് എന്ന് ഉദ്ദേശിച്ചത് 3 പീസാണ്, ഒരിക്കലും 3 കുടം ഗാർലിക് അല്ല. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാളയും ഗാർലിക്കും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും അതുപോലെ തന്നെ ബ്രോക്കലിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് യൂസ് ചെയ്താൽ മതിയാകും. എൻ്റെ കയ്യിൽ 3 കളർ ക്യാപ്സിക്കം ഉള്ളത് കൊണ്ടാണ് ഞാൻ 3 കളർ ക്യാപ്സിക്കവും യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. ബ്രോക്കലി പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ നമ്മൾ സോയാ സോസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിലും ഉപ്പുണ്ട്. സോ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കി ചേർക്കുക. ഇനി ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ചെറുതായിട്ടൊന്ന് കുക്കാവണം. ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. അറിയാലോ, ഫ്രൈഡ് റൈസിന് വെജിറ്റബിൾസ് നമുക്ക് കുറച്ചൊന്ന് കടിക്കാൻ കിട്ടണം. സോ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി വെജിറ്റബിൾസ് പെട്ടെന്ന് തന്നെ കുക്ക് ആവണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തോളൂ കേട്ടോ. തീ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. പക്ഷെ ഞാനിത് വഴറ്റി തന്നെയാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം. 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ സോസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ സോസുകളൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. സോസുകളൊക്കെ ഒഴിവാക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഇട്ട് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസ് ആണ്. ഈ റൈസൊക്കെ നമുക്ക് തലേ ദിവസം തന്നെ വേവിച്ച് വെക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾസും തലേ ദിവസം തന്നെ നമുക്കിത് കട്ട് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ രാവിലെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസ് ആണ്. വെജിറ്റബിൾസും ബ്രോക്കലിയും ഒക്കെ കുട്ടികൾക്ക് വളരെ ഹെൽത്തിയാണ്. സോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ഒക്കെ ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്നവർക്ക് ലഞ്ച് ബോക്സ് ഒക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള ബ്രോക്കലി ഫ്രൈഡ് റൈസ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.